നമസ്കാരം. ഞാൻ ഡോക്ടർ ദിവ്യ സി സേനൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, കാര്യവട്ടം ക്യാമ്പസിലെ അധ്യാപികയാണ്. നമുക്കറിയാം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഇപ്പോഴത്തെ പുതിയ പോളിസി അത് വന്നപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ, സ്കൂൾ എഡ്യൂക്കേഷനായാലും അതെ ഹയർ എഡ്യൂക്കേഷനായാലും ഒരുപാട് വലിയൊരു പാരഡിം ഷിഫ്റ്റാണ് വന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വലിയൊരു വ്യത്യാസം വന്നിരിക്കുന്നൊരു മേഖലയാണ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്നത്. അപ്പോൾ ആ ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു പറഞ്ഞാൽ ബി എഡ് വിദ്യാഭ്യാസം. അപ്പോൾ ആ ഒരു ബി എഡ് വിദ്യാഭ്യാസത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അതിലുണ്ടാകുന്ന സ്കോപ്പുകളെക്കുറിച്ചുമൊക്കെ പറയാനാണ് ഇന്നത്തെ ടോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഗ്ലോബൽ സിനാരിയോ നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദ ഡിമാൻഡിങ് ജോബ്സ് എന്ന് പറയുന്നത് ടീച്ചിങ് പോസ്റ്റ് തന്നെയാണ്. അക്കോർഡിംഗ് ടു ദ സ്റ്റാറ്റിസ്റ്റിക്സ് ബൈ വേൾഡ് ബാങ്ക് ആസ് വെൽ ആസ് യുനെസ്കോ, അവർ പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് 3 കോടിയോളം അധ്യാപക ഷോർട്ടേജ് അല്ലെങ്കിൽ ടീച്ചർ ഷോർട്ടേജ് ഉണ്ടെന്നാണ്. അതുപോലെ തന്നെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വേറൊന്ന് 2024 യുനെസ്കോ ഇറക്കിയ ഗ്ലോബൽ ടീച്ചർ റിപ്പോർട്ടിനകത്ത് പറയുന്നത് 2030 അറൗണ്ട് 44 മില്യൺ ടീച്ചിങ് പോസ്റ്റുകളുടെ ഒഴിവ് വരുന്നതാണ്. സോ ദിസ് ഇറ്റ് സെൽഫ് ഷോസ് ദ ഡിമാൻഡ് ഫോർ ടീച്ചിങ് പോസ്റ്റ്. അതിലുപരി നമുക്ക് പറയേണ്ടത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്ത്യൻ ടീച്ചേഴ്സ് ആർ വെരി ഹൈലി ഡിമാൻഡഡ്. എല്ലാ രാജ്യങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്ലോബൽ സിനാരിയോ നോക്കിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഇൻ ദ മിഡിൽ ഈസ്റ്റ് ആസ് വെൽ ആസ് ഇൻ ആഫ്രിക്കൻ കൺട്രീസ്, അവിടെ എല്ലാം ഇന്ത്യൻ ടീച്ചേഴ്സിനെല്ലാം വലിയ ഡിമാൻഡാണ്. ആൻഡ് ബേസിക്കലി ബിക്കോസ് ഓഫ് നമുക്ക് വളരെ കൾച്ചറലി പെട്ടെന്ന് അവിടുത്തെ ആൾക്കാരുമായിട്ട് പെട്ടെന്ന് ഇണങ്ങാനും അവിടുത്തെ വിദ്യാഭ്യാസ രീതിയുമായിട്ട് പൊരുത്തപ്പെടാനും ഇന്ത്യൻ അധ്യാപകരെ കൊണ്ട് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. പക്ഷേ പലപ്പോഴും നമുക്ക് വരുന്നൊരു ചലഞ്ച് എന്ന് പറയുന്നത്, ഇവിടുത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ മറ്റു പല കൺട്രീസ്, ഫോർ എക്സാമ്പിൾ UK, USA ഇതുപോലുള്ള ആഫ്രിക്കൻ നേഷൻസ്, മിഡിൽ ഈസ്റ്റ് നേഷൻസിലൊക്കെ അവരുടെ ഗൈഡ് ലൈനുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ക്വാളിഫിക്കേഷനുമായിട്ട് പലപ്പോഴും മിസ്മാച്ച് വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വന്നപ്പോൾ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ നടത്തിപ്പിൽ അല്ലെങ്കിൽ സ്ട്രക്ചറിൽ അവർ കാര്യമായ വ്യത്യാസമാണ് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ബി എഡ് സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കേണ്ട ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷനായ BEd പ്രോഗ്രാം 2 വർഷത്തെ പ്രോഗ്രാമാണ്. അതുപോലെ മറ്റ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് പ്രീ പ്രൈമറി ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുണ്ട്, ചെറിയ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കാൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് DLEd പ്രോഗ്രാമുണ്ട്. അപ്പോൾ BEd ഏർലിയർ പണ്ടൊക്കെ 1 വർഷമായിരുന്നു, അത് പിന്നെ 2 വർഷമായി. ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ അല്ലെങ്കിൽ പുതിയ വിദ്യാഭ്യാസ പോളിസിയിൽ പറഞ്ഞിരിക്കുന്നത് ITEP ആണ്, ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അതായത് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടു പോകുന്ന 2 വർഷത്തെ BEd പ്രോഗ്രാം മാറ്റി 4 വർഷത്തെ BEd പ്രോഗ്രാം ആക്കി മാറ്റുകയാണ്. അതിൽ കാര്യമായ വ്യത്യാസമുണ്ട്. കാര്യം ഇപ്പോൾ നമുക്കറിയാം, ഒരു BEdന് ജോയിൻ ചെയ്യണമെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടി ജോയിൻ ചെയ്തത്. അതായത് BSCയോ BEdോ BAയോ അഥവാ BCom കോഴ്സുകൾ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ഒരു കുട്ടിക്ക് BEdന് ചേരാൻ പറ്റുക, അല്ലെങ്കിൽ PG കോഴ്സുകൾ കഴിഞ്ഞിട്ട്. അപ്പോൾ മിനിമം ക്വാളിഫിക്കേഷൻ ടു എൻ്റർ ഇന്ത്യ BEd പ്രോഗ്രാം എന്ന് പറയുന്നത് ഗ്രാജുവേഷനാണ്. പക്ഷേ പുതിയ ITEP ഇൻ്റഗ്രേഷൻ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ അതിനെ മാറ്റിക്കൊണ്ട് മറ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻജിനീയറിംഗ് കോഴ്സിന് പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക് 12ാം ക്ലാസ് കഴിയുമ്പോൾ അവന് ഡിസൈഡ് ചെയ്യാം എൻജിനീയർ ആകണോ. ഒരു ഡോക്ടർ ആവാനുള്ള കുട്ടിക്ക് ഹി ക്യാൻ ഡിസൈഡ് ഇറ്റ് ആഫ്റ്റർ ഹിസ് +2 പ്രോഗ്രാം. അതുപോലെ തന്നെ ഇവിടെ ടീച്ചർ ആകാനും കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ 12ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ കുട്ടിക്ക് അതിന് ഡിസൈഡ് ചെയ്തുകൊണ്ട് ടീച്ചിങ് പോസ്റ്റിലോട്ട് നല്ല അധ്യാപകനാകാൻ തയ്യാറെടുപ്പിന് തുടങ്ങാം എന്നുള്ള രീതിയാണ് പുതിയ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. 12ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിക്ക് അവന് ചൂസ് ചെയ്യാം വെദർ ഐ നീഡ് ടു ഗോ ഫോർ ടീച്ചർ പോസ്റ്റ് ഓർ നോട്ട്. അതുകൊണ്ട് തന്നെ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലോട്ട് അവന് അഡ്മിഷൻ എടുക്കാം. അപ്പം ഇവിടെ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 4 വർഷത്തെ പ്രോഗ്രാമാണ്. 4 വർഷത്തെ പ്രോഗ്രാം ഇൻ ദ സെൻസ് വിത്ത് ഡബിൾ മേജർ. ഇപ്പം നമുക്കറിയാം 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം നമ്മുടെ സ്റ്റേറ്റിൽ, കേരളത്തിലാകമാനം തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ സർവകലാശാലകളിലും ഇപ്പോൾ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുണ്ട്. അത് എന്തിനെന്ന് ചോദിച്ചാൽ 4 വർഷത്തെ ബിരുദ പ്രോഗ്രാമാണ്. ഏർലിയർ നമുക്ക് 3 വർഷമായിരുന്നു, ഇപ്പോൾ 4 വർഷമാക്കി. അതും നമ്മൾ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, മറ്റു പുറത്തെ യൂണിവേഴ്സിറ്റികൾ നോക്കുമ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റികളുടെ 4 വർഷത്തെ ബിരുദ പ്രോഗ്രാമിനോട് സമാന
സമാനമായി നിൽക്കുന്ന തരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളും അതുപോലെ 4 വർഷത്തെ പ്രോഗ്രാം ആക്കിയത്. അപ്പോൾ അവിടെ ഒരു കുട്ടിക്ക് ഡബിൾ മേജർ എടുക്കാം, സിംഗിൾ മേജർ എടുക്കാം, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് സ്പെഷ്യലൈസ് ചെയ്യാം, 2 സബ്ജക്റ്റ് സ്പെഷ്യലൈസ് ചെയ്യാം. അവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എടുക്കുന്ന ഒരു കുട്ടിക്ക് ഡബിൾ മേജറാണ് കിട്ടുക. ഒരു മേജർ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനിലും, ഒരു മേജർ എന്ന് പറയുന്നത് ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഏത് വിഷയത്തിലും. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഇഷ്ടമെങ്കിൽ എനിക്ക് ഫിസിക്സിൽ ഒരു മേജറും എടുക്കാം, അതിനോടൊപ്പം തന്നെ ഞാൻ എഡ്യൂക്കേഷനിൽ ഒരു മേജർ എടുക്കും. സോ ദാറ്റ് 4 വർഷത്തെ പ്രോഗ്രാം കഴിയുമ്പോൾ ഞാൻ കഴിഞ്ഞിറങ്ങുമ്പോൾ ഐ വിൽ ബി ഹോൾഡിംഗ് എ ഡിഗ്രി കോൾഡ് BSc B.Ed വേർ I have credit for physics as well as credit for education. ഇതിൻ്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, ഇനി എനിക്ക് ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ എനിക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, 2 ചോയ്സ് ഉണ്ട്. ഐദർ ഐ ക്യാൻ ഗോ ഫോർ MSc ഫിസിക്സ് ഓർ ഐ ക്യാൻ ഗോ ഫോർ M.Ed. രണ്ടിനും ഈക്വൽ ചോയ്സാണ് എനിക്കുള്ളത്. അപ്പോൾ ഒരു കുട്ടി സാധാരണ FIUG പ്രോഗ്രാം കഴിഞ്ഞിറങ്ങുമ്പോൾ അവന് ഒരു സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഒരു മേജറോട് കൂടി ഇറങ്ങുന്ന സമയത്ത് ഈ ഐറ്റം പ്രോഗ്രാം കഴിഞ്ഞിറങ്ങുന്ന കുട്ടിക്ക് 2 മേജറോട് കൂടിയാണ് കുട്ടി ഇറങ്ങുന്നത്. അപ്പോൾ 2 സാധ്യതകളാണ് അവൻ്റെ മുന്നിൽ. അവന് വേണമെങ്കിൽ M.Ed എടുത്ത് മുന്നിലേക്ക് പോകാം, അല്ലെങ്കിൽ MSc എടുത്ത് മുന്നിലേക്ക് പോകാം. ഏതായാലും ഹീ ഈസ് നൗ ക്വാളിഫൈഡ് വിത്ത് എ പ്രൊഫഷണൽ ഡിഗ്രി കോൾഡ് B.Ed. ആ B.Ed ഉണ്ടതുകൊണ്ട് തന്നെ ഐറ്റം കയ്യിലുള്ളത് കൊണ്ട് അവന് ഏത് ടീച്ചിങ് പോസ്റ്റിലോട്ട് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മൾ 5 വർഷം കൊണ്ട് എടുത്തുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാം ഇപ്പോൾ നമുക്ക് 4 വർഷം കൊണ്ട് നമുക്ക് 2 ഡിഗ്രി കയ്യിൽ കിട്ടുകയാണ്. BSc ഡിഗ്രിയും കിട്ടും, നമുക്ക് B.Ed കിട്ടും. അതാണ് പുതിയ ഐറ്റപ്പിൻ്റെ പ്രത്യേകത. അനദർ സിഗ്നിഫിക്കൻറ്റ് മെറിറ്റ് ഓഫ് ദിസ് പർട്ടിക്കുലർ പ്രോഗ്രാം എന്ന് പറയുന്നത് എക്സിറ്റ് ആൻഡ് എൻട്രി ഓപ്ഷനാണ്. നമുക്കറിയാം, ഇപ്പോൾ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തന്നെ അതിനകത്ത് ഏറ്റവും നമ്മൾ എടുത്തു പറയുന്ന ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് എക്സിറ്റ് ആൻഡ് എൻട്രിയാണ്. അതായത് ഒരു കുട്ടിക്ക് ഇഷ്ടമുള്ള സമയത്ത് എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് അവന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വന്നാൽ ഹി ക്യാൻ എക്സിറ്റ് ദാറ്റ് പർട്ടിക്കുലർ പ്രോഗ്രാം. അതിപ്പോൾ ഫസ്റ്റ് ഇയറിൽ എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അവൻ ചെയ്തതിൻ്റെ ക്രെഡിറ്റ് അവിടെ തന്നെ ഉണ്ടാവും. ദാറ്റ് വിൽ ബി ആഡഡ് ടു ഹിസ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്. അതിനോട് സിമിലർ ആയിട്ട് തന്നെ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത ഒരു കുട്ടിക്ക് സപ്പോസ് അവൻ ആദ്യം കയറി ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ ഇഫ് ഹി ഡ്യൂ ടു മെനി റീസൺസ്, പേഴ്സണൽ റീസൺ കൊണ്ടോ എന്തെങ്കിലും കാരണം കൊണ്ട് ഇഫ് ദാറ്റ് പർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് ഈസ് നോട്ട് ഏബിൾ ടു കണ്ടിന്യൂ ഹിസ് സ്റ്റഡീസ്, അവൻ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാം. ബ്രേക്ക് ചെയ്തതുകൊണ്ട് ഒരു നഷ്ടവും വരത്തില്ല. ഹി വിൽ ബി ഗെറ്റിംഗ് എ സർട്ടിഫിക്കറ്റ്. അവൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അവൻ ആ 1 വർഷം ചെയ്ത കോഴ്സുകളുടെ ക്രെഡിറ്റ് ആഡ് ചെയ്തൊരു സർട്ടിഫിക്കറ്റ് അവൻ്റെ കയ്യിൽ കിട്ടും. ഇനി 2ാമത്തെ വർഷമാണ് അവൻ എക്സിറ്റ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ ഹി വിൽ ഗെറ്റ് എ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് കിട്ടും. 3ാം വർഷമാണ് കിട്ടുന്നതെങ്കിലും BScയോടുകൂടി അവൻ പുറത്തു പോകേണ്ടി വരും. ഒരു BSc സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോഴും അവന് B.Edൻ്റെ സർട്ടിഫിക്കറ്റ് അവന് കിട്ടുന്നില്ല, പക്ഷേ ഒരു BSc 3 വർഷം ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് അവന് കിട്ടും. 4 വർഷവും കംപ്ലീറ്റ് ചെയ്ത ഒരു കുട്ടിക്ക് പുറത്തിറങ്ങുമ്പോൾ BSc B.Ed എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് തന്നെ കിട്ടും. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പല ചിലപ്പോൾ കല്യാണമോ അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വരും സ്റ്റഡീസ്. ഏർലിയർ ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ ആ കരിക്കുലം മാറിക്കഴിഞ്ഞാൽ കുട്ടി ഒന്നേന്ന് റീരജിസ്റ്റർ ചെയ്യണം. പക്ഷേ ഇവിടെ അതല്ല, ആ കുട്ടിയുടെ കയ്യിൽ ആ ക്രെഡിറ്റ് അവിടെയുണ്ട്. സപ്പോസ് ഫസ്റ്റ് ഇയറിൽ വെച്ച് ആ കുട്ടിക്ക് പുറത്തു പോകേണ്ടി വന്നാൽ ആ ഫസ്റ്റ് ഇയറിലെ ക്രെഡിറ്റ് ആ കുട്ടിയുടെ കയ്യിലുണ്ടാവും. 5 വർഷം കഴിഞ്ഞിട്ട് തിരിച്ച് സെക്കൻഡ് ഇയറിൽ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ വീണ്ടും ഫസ്റ്റ് ഇയർ എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഐറ്റം. പലപ്പോഴും B.Ed പ്രോഗ്രാമിന് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരാറുണ്ട്. പഠിച്ചിട്ട് പോയെങ്കിലും പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കുട്ടി ഏത് വർഷം ഡിസ്കണ്ടിന്യൂ ചെയ്താലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും കുട്ടിക്ക് തിരിച്ചു വന്ന് ചെയ്യാൻ പറ്റും. അതൊരു അങ്ങനെ ഒരു വലിയ സ്കോപ്പും ഈ ഒരു ഐറ്റം ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം കുട്ടികൾക്ക് നൽകുന്നുണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ റിപ്പോർട്ട് വായിച്ചവർക്കറിയാം, അതിനകത്ത് ടീച്ചർ എഡ്യൂക്കേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂൾ എഡ്യൂക്കേഷനിലും വലിയ തരത്തിലുള്ള മാറ്റങ്ങളാണ് പറയുന്നത്. നമ്മൾ 5+3+3+4 പാറ്റേൺ ആണ് പുതുതായിട്ട് അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് 4 ഘട്ടമായിട്ടാണ് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തെ തിരിച്ചിരിക്കുന്നത്. പ്രീ പ്രൈമറി ഉണ്ട്, ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്നും പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്നും മിഡിൽ സ്റ്റേജ് എന്നും അതുപോലെ തന്നെ സെക്കൻഡറി സ്റ്റേജ് എന്നും. അതിൽ നമുക്കറിയാം ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെ, അതായത് നമ്മുടെ അംഗൻവാടി വിദ്യാഭ്യാസവും അതോടൊപ്പം 1-2 ഗ്രേഡ് വരെയാണ് നമ്മുടെ ഫൗണ്ടേഷണൽ സ്റ്റേജ്. അടുത്തതെന്ന് പറയുന്നത് പ്രിപ്പറേറ്ററി സ്റ്റേജ്, അത് 3, 4, 5, 6 വരെയും. അടുത്തത് 7, 8, 6, 7, 8 എന്നുള്ളത് മിഡിൽ സ്റ്റേജും 9, 10, 11, 12 എന്നുള്ളതാണ് അവസാനത്തെ നമ്മുടെ സെക്കൻഡറി വിദ്യാഭ്യാസം. ഇപ്പോൾ നമ്മൾ
ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന +1 +2 കൂടി താഴേക്ക് വരും. അതായത് സെക്കൻഡറി വിദ്യാഭ്യാസത്തിലോട്ട് വരത്ത രീതിയിലാണ് റെക്കമെൻഡേഷൻ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയും നമ്മുടെ കേരളത്തിൽ ഈ ഇത്തരത്തിലുള്ള സ്കൂൾ എഡ്യൂക്കേഷൻ ഫ്രെയിംവർക്ക് മാറിയിട്ടില്ല എങ്കിലും വരും കാലങ്ങളിൽ ചിലപ്പോൾ മാറ്റം വന്നേക്കാം. കാര്യം നാഷണൽ ലെവലിൽ അത്തരത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ മാറിയേക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ NCT പറയുന്നത് ഇത്തരത്തിൽ 4 സ്റ്റേജിലുള്ള കുട്ടികളെ പഠിപ്പിക്കത്തക്ക രീതിയിലാണ് ഇനി ടീച്ചർ എഡ്യൂക്കേഷനിൽ അധ്യാപകരെ വിഭാവനം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഫൗണ്ടേഷണൽ സ്റ്റേജിൽ പഠിപ്പിക്കേണ്ട ഒരു ടീച്ചർ എങ്ങനെയായിരിക്കണം, അപ്പോൾ ആ ടീച്ചർക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസവും ഈ പ്രിപ്പറേറ്ററി സ്റ്റേജിലെയും മിഡിൽ സ്റ്റേജിലെയും അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡറി സ്റ്റേജിലെയും ഒരു കരിക്കുലം വ്യത്യസ്തമായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ നേരത്തെ നമുക്കിതുപോലെ തന്നെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം വേറെയായിരുന്നു, എലിമെൻ്ററി വിദ്യാഭ്യാസം വേറെയായിരുന്നു, ഡിസ്ട്രിക്ട് ഡയറ്റിലൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മുടെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രൈമറി ടീച്ചേഴ്സിന് ഗ്രാജുവേഷൻ നിർബന്ധമല്ലായിരുന്നു. +2 കഴിഞ്ഞാൽ അവർക്ക് കോഴ്സിന് പോകാം. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ടീച്ചർ ആകണമെങ്കിൽ, വെദർ ഇറ്റ് ഈസ് പ്രീ പ്രൈമറി ഓർ എ സെക്കൻഡറി ടീച്ചർ ആകണമെങ്കിൽ ഗ്രാജുവേഷൻ നിർബന്ധമാണ്. അതായത് +2 കഴിഞ്ഞ് ഈ ഗ്രാജുവേഷനോടൊപ്പം മാത്രമേ നമുക്ക് ടീച്ചർ ഈ ഒരു BEd പ്രോഗ്രാം നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ 4 വ്യത്യസ്ത തലങ്ങളിലാണ് BEd പ്രോഗ്രാം നടക്കുക. ഫൗണ്ടേഷണൽ സ്റ്റേജ് ഉണ്ടാവും. അപ്പോൾ ഒരു കുട്ടി +2 കഴിയുമ്പോൾ ഹി ക്യാൻ ഡിസൈഡ് വെദർ ഹി ഷുഡ് ചൂസ് ഫൗണ്ടേഷണൽ സ്റ്റേജ് ഓർ ഹി ഷുഡ് ചൂസ് ടു ബിക്കം എ സെക്കൻഡറി ടീച്ചർ. അപ്പോൾ അതിനനുസരിച്ച് ഹി ക്യാൻ അപ്ലൈ ഫോർ ദ പോസ്റ്റ്. ഇപ്പോൾ സെക്കൻഡറി ടീച്ചർ ആവാനാണ് എനിക്ക് ആഗ്രഹമെങ്കിൽ ഐ ക്യാൻ സ്റ്റഡി ഫോർ ദ സെക്കൻഡറി പ്രോഗ്രാം. ഇഫ് ഐ ചൂസ് ഫോർ മൈ ഫൗണ്ടേഷണൽ, ഒരു അംഗൻവാടി ടീച്ചർ ആവാനാണ് എനിക്ക് ആഗ്രഹമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അത് ഫൗണ്ടേഷണൽ സ്റ്റേജിലോട്ട് അപ്ലൈ ചെയ്ത് അതിന് തക്ക രീതിയിൽ പഠിക്കാം. പക്ഷേ ഇഫക്റ്റിൽ 4 വർഷവും പഠിച്ച് പുറത്തിറങ്ങിയാൽ മാത്രമേ എനിക്ക് ടീച്ചർ എഡ്യൂക്കേഷൻ ഡിഗ്രി കിട്ടത്തുള്ളൂ. അതാണ് ITEPൻ്റെ പ്രത്യേകത. ഇനി ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് വായിക്കാനുള്ളത്, 2030 കഴിഞ്ഞാൽ ഇതുപോലുള്ള ITEP ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം കഴിഞ്ഞിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ അധ്യാപകനാകാൻ പറ്റൂ എന്നാണ് നിർബന്ധമായിട്ടും NCT പറയുന്നത്. അതായത് BEd എന്ന് പറയുന്ന ഇപ്പോഴത്തെ 2 വർഷത്തെ BEd പ്രോഗ്രാം കാലക്രമേണ അതങ്ങ് നിർത്തലാവുകയും ഇപ്പോൾ കുറച്ച് നാൾ, ഒരു 6-7 വർഷം കൂടി അത് കാണും. കാര്യം ഓൾറെഡി ചെയ്ത് ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ടും PG കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഈ 2 വർഷത്തെ അല്ലെങ്കിൽ 1 വർഷത്തെ പ്രോഗ്രാം കുറച്ച് നാളും കൂടി അത് ഉണ്ടാവും. പക്ഷേ പുതിയ ജനറേഷൻ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം കടന്നു വന്നാൽ മാത്രമേ അവർക്ക് ജോലി സാധ്യതയുള്ളൂ. ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞതുപോലെ വ്യത്യസ്ത വിഷയങ്ങളോട് സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടക്കുന്നത് മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസിലായിരിക്കും. നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് പ്രത്യേകം BEd കോളേജുകൾസ് ഉണ്ട്. അതുപോലെ DLEDന് വേണ്ടി ഡയറ്റുകളും അത്തരത്തിൽ സെൽഫ് ഫൈനാൻസിങ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജസ് ഉണ്ട്. പക്ഷേ ഇനി മുതൽ ഇത്തരം അതായത് ടീച്ചർ എഡ്യൂക്കേഷൻ കോഴ്സുകളെല്ലാം തന്നെ നടത്തുന്നത് മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, ലൈക്ക് യൂണിവേഴ്സിറ്റീസ് ആസ് വെൽ ആസ് മൾട്ടി ഡിസിപ്ലിനറി കോളേജസ് വെയർ യു ഹാവ് ലോട്ട്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സുവോളജി, ബോട്ടണി, ബയോകെമിസ്ട്രി, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കോഴ്സ് പ്രോഗ്രാമുകൾ റൺ ചെയ്യുന്ന മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷനും കൂടി ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തുടങ്ങുകയും, അപ്പോൾ ഒരു കുട്ടി ആ കോളേജിൽ ജോയിൻ ചെയ്താൽ ആ കുട്ടിക്ക് ഇപ്പോൾ ലാംഗ്വേജ് ഇംഗ്ലീഷാണ് അവൻ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇംഗ്ലീഷും പഠിക്കും, അതുപോലെ തന്നെ എഡ്യൂക്കേഷനും പഠിക്കും. സോ ഹി വിൽ ബി എ സ്റ്റുഡൻറ്റ് ഫോർ ദ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ആസ് വെൽ ആസ് ഫോർ ദ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അതിനോടൊപ്പം അവന് മൈനർ വിഷയങ്ങളും മൾട്ടി ഡിസിപ്ലിനറി വിഷയങ്ങളും ബാക്കി FIUG പ്രോഗ്രാമിൽ ചെയ്യുന്ന അതേ രീതിയിൽ ബാക്കി എല്ലാ പ്രോഗ്രാമുകളും കോഴ്സുകളും ആ കുട്ടി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു വ്യത്യാസം കൂടി വരുന്നുണ്ട്. കാര്യം ഇപ്പോഴത്തെ പുതിയ രീതി അനുസരിച്ച് NCTയുടെ ഒരു റൂൾ പറയുന്നതനുസരിച്ച് ഓൺലി മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ അപ്ലൈ ഫോർ ദിസ് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ഇപ്പോൾ നിലവിലുള്ള BEd കോളേജുകൾക്ക് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം തുടങ്ങാൻ ഇപ്പോഴത്തെ നിലവിലുള്ള റൂള് NCTയുടെ റൂൾ അനുവദിക്കുന്നില്ല. മറിച്ച് യൂണിവേഴ്സിറ്റികളോ അല്ലെങ്കിൽ വലിയ ക്യാമ്പസോ മൾട്ടി ഡിസിപ്ലിനറി പ്രോഗ്രാമുകൾ റൺ ചെയ്യുന്ന വലിയ ക്യാമ്പസുകളിലോ ആണ് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടത്താനായിട്ട് അവർ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്.
ഒരു അധ്യാപകനോ അധ്യാപികയോ ആവാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണ് എന്ന് ഞാൻ പറഞ്ഞു. 2030 കഴിയുമ്പോൾ അത് തന്നെയാകും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്ത വരും, ഇനി മുതൽ DLED പ്രോഗ്രാം ഇല്ലല്ലോ, അല്ലെങ്കിൽ പ്രീ പ്രൈമറി പ്രോഗ്രാം ഇല്ലല്ലോ. അതെ, അപ്പോൾ ഈ DLED പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡയറ്റ്, അതുപോലെ തന്നെ മറ്റ് കോളേജസ്, സെൽഫ് ഫൈനാൻസിങ് ആയാലും എയ്ഡഡ് കോളേജസ് നമുക്കുണ്ട്. SCRTയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇത്തരം കോളേജുകളുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നൊരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ ഒരു ചലഞ്ചായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ 2020 പോളിസി പറയുന്നതനുസരിച്ച് അത്തരം ഡയറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇനി മുതൽ കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, അതായത് ടീച്ചേഴ്സിന്, സ്കൂൾ ടീച്ചേഴ്സ്, എക്സിസ്റ്റിംഗ് ടീച്ചേഴ്സിനുള്ള കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് കൊടുക്കുന്ന വേദികളായിട്ട് അവ മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഇനി മുതൽ ഐറ്റപ്പ് മാത്രമായിരിക്കും അധ്യാപക വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത്. അത് ഇനി ഫൗണ്ടേഷൻ സ്റ്റേജ് പഠിപ്പിക്കുന്നതായാലും പ്രിപ്പറേറ്ററി സ്റ്റേജിലായാലും മിഡിൽ സ്റ്റേജിലായാലും സെക്കൻഡറി സ്റ്റേജിലായാലും പഠിപ്പിക്കുന്ന ടീച്ചറായാലും ദിസ് ക്യാൻ ബി ഡൺ ഓൺലി ത്രൂ ആൻ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ അഥവാ NCT പുതിയതായിട്ട് കൊണ്ടുവരുന്ന ഒരു ഫ്രെയിം വർക്കാണ് നമ്മുടെ ദേ ആർ ഡെവലപ്പിംഗ് എ ഗൈഡ് ലൈൻസ് ഫോർ അറ്റ് ദ ഗ്ലോബൽ ലെവൽ എന്ന് വേണം പറയാൻ. കാര്യം എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മുടെ കുട്ടികൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാലും പുറത്തേക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് ടീച്ചിങ് പോസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ദർ ആർ മെനി ഹേർഡിൽസ്. അവിടെ പല കാര്യങ്ങൾ പറയും, ഇന്നത് വേണം എന്നൊക്കെ പറയുമ്പോൾ ദേ നീഡ് ടു അതെല്ലാം റെക്ടിഫൈ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ദേ ഹാവ് കം അപ്പ് വിത്ത് സം ഗൈഡ് ലൈൻസ്. ദേ ആർ ഡെവലപ്പിംഗ് സം ഗൈഡ് ലൈൻസ് ആൻഡ് ട്രൈങ് ടു സ്ട്രക്ചർ എ ഫ്രെയിം വർക്ക്. ഒരു ഫ്രെയിം വർക്ക് സ്ട്രക്ചർ ചെയ്യാൻ പോവുകയാണ്. വേർ നമ്മുടെ ഈ ഐറ്റപ്പ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇഫ് ദേ ഇൻറ്റൻഡ് ടു ഗോ എബ്രോഡ്, ഫോർ എക്സാമ്പിൾ UK പോകാൻ താല്പര്യപ്പെടുന്ന ഒരു കുട്ടിക്ക് അവൻ എന്ത് കോഴ്സ് ചെയ്താലാണ് അവരുടേതുമായിട്ട് മാപ്പ് ചെയ്യാൻ പറ്റുന്നത്, അത് ദേ ക്യാൻ ഡു ഇറ്റ് ഇൻ ഇന്ത്യ ഇറ്റ് സെൽഫ്. അപ്പോൾ അത് ഈ പറഞ്ഞ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കോ ആ ചെറിയ ആഡ് ഓൺ കോഴ്സുകളും കൊടുക്കാൻ പറ്റും. അപ്പോൾ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദെയർ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഇഫ് ദീസ് സ്റ്റുഡൻസ് വിഷ് ടു ഗോ എബ്രോഡ് അക്കോർഡിംഗ് ടു ദ ഗൈഡ് ലൈൻസ്, ഓരോ രാജ്യത്തിൻ്റെയും സ്റ്റിപ്പുലേഷൻ അനുസരിച്ച് ദേ ക്യാൻ ഹാവ് ദീസ് ആഡ് ഓൺ കോഴ്സസ്. ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റികൾക്ക്, ഫോർ എക്സാമ്പിൾ കേരള യൂണിവേഴ്സിറ്റി ഇഫ് വി ആർ ഓഫറിങ് ഓസ്ട്രേലിയയിൽ പഠിപ്പിക്കാൻ പോകാൻ ഇന്ന കോഴ്സ് ഞങ്ങൾ ഓഫർ ചെയ്യുകയാണെങ്കിൽ ദ സ്റ്റുഡൻറ്റ് ക്യാൻ കം ആൻഡ് ഡു ദറ്റ് പെർട്ടിക്കുലർ കോഴ്സ്. ആ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഹീ ക്യാൻ ഡയറക്റ്റ്ലി അപ്ലൈ ഫോർ ദ ഓസ്ട്രേലിയൻ പോസ്റ്റ്. അത്തരത്തിലുള്ള സാധ്യതകളും നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിൽ 2 കാര്യങ്ങളാണ്. ഒന്ന് ഡോക്ടറും അതുപോലെ തന്നെ ടീച്ചിങ് പോസ്റ്റും വളരെ ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ ഇന്ത്യ ഇറ്റ് സെൽഫ് നമുക്കറിയാം ഒരുപാട് ടീച്ചിങ് പോസ്റ്റുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മാപ്പിംഗ് നമുക്ക് പുറത്തെ യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ പുറത്തെ സ്കൂളുകളിൽ വേണ്ട ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ വേണ്ട ക്രൈറ്റീരിയ നമുക്ക് ഇവിടെ വെച്ച് തന്നെ അതെല്ലാം സ്റ്റിപ്പുലേഷൻസ് എല്ലാം ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ പുറം രാജ്യങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് പുതിയ കാര്യങ്ങളെല്ലാം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കേരളത്തിൽ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇപ്പോൾ നമുക്ക് NIT കാലിക്കറ്റും അതുപോലെ തന്നെ കേന്ദ്ര സർവകലാശാല കാസർഗോഡ്, ഈ 2 സ്ഥലത്താണ് ഇപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ സെൻട്രലൈസ്ഡ് ആയിട്ടായിരിക്കും അഡ്മിഷൻ ഉണ്ടാവുക. ഉടനെ തന്നെ ഇപ്പോൾ നമുക്കറിയാം മോഹൻ ബി മേനോൻ സാറിൻ്റെ കമ്മിറ്റി ശുപാർശകളെല്ലാം, റെക്കമെൻഡേഷൻസ് എല്ലാം ഓൾറെഡി സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞു. ഉടനെ തന്നെ ഒരുപക്ഷെ കേരള സർക്കാരിൻ്റെ പോളിസി അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുകയും അതിൻ്റെ ഐറ്റപ്പ് പ്രോഗ്രാം ഉടനെ കേരള യൂണിവേഴ്സിറ്റി പോലുള്ള മറ്റു യൂണിവേഴ്സിറ്റികളിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ആയിക്കഴിഞ്ഞു, ഉടനെ തന്നെ ഉണ്ടാകും. അപ്പോൾ നമുക്കറിയാം ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓൺലി എ ജോബ് ബട്ട് എ സർവീസ്. ഒരു ഹ്യൂമാനിറ്റിക്ക്, മനുഷ്യ രാശിയിലേക്ക് തന്നെ ഒരു സർവീസും കൂടിയാണ് അധ്യാപനം എന്ന് പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് പലപ്പോഴും പല ഹേർഡിൽസും അധ്യാപക വിദ്യാഭ്യാസം പലപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപാട് വർക്കാണ് എന്നൊക്കെ പറയും. പക്ഷേ വൺസ് യു സ്റ്റാർട്ട് ടീച്ചിങ് യു വിൽ എൻജോയ് ടീച്ചിങ്. അതാണ് ഈ ടീച്ചിങ്ങിൻ്റെ ഒരു പ്രത്യേകത. ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ജോലിയാണ്, ഒരുപാട് സന്തോഷം തരുന്നൊരു ജോലിയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തേതും ഇപ്പോൾ സാധ്യതകൾ കൂടുതലാണ്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 3 വർഷം കഴിഞ്ഞ് PG 2 വർഷം കഴിഞ്ഞ്
അപ്പോൾ ഒരു ഹയർ എഡ്യൂക്കേഷൻ 7 വർഷത്തോളം ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു B.Ed എടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുമില്ല. 12ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു അധ്യാപകനോ അധ്യാപികയോ ആകാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ITEP പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ പഠിച്ചു വരുമ്പോൾ സപ്പോസ് ഇഫ് യു ആർ നോട്ട് ലൈക്കിംഗ് ടു ബിക്കം എ ടീച്ചർ, ഒരു ഇടയ്ക്ക് വെച്ച് തോന്നുന്നുവെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ബിക്കോസ് ഫൈനലി നിങ്ങൾ കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 2 ചോയ്സ് ഉണ്ട്. B.Ed ഒരു വശത്തുണ്ട്, ഒരു വശത്ത് നിങ്ങളുടെ കയ്യിൽ BSc ഉണ്ട്, അല്ലെങ്കിൽ BA ഉണ്ട്, അല്ലെങ്കിൽ BCom ഉണ്ട്. നിങ്ങൾക്ക് ടീച്ചിങ് പ്രൊഫഷനിൽ പോകില്ല എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഹയർ സ്റ്റഡീസിലോട്ട് പോകാം. അതുകൊണ്ട് മൊബിലിറ്റിക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ചോയ്സസ് ആണ് ITEP പ്രോഗ്രാം നമ്മുടെ മുന്നിലോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ബീങ് എ ടീച്ചർ ഐ മസ്റ്റ് റെക്കമെൻഡ് ദാറ്റ്. എനിക്ക് കൂടുതൽ നല്ല കുട്ടികളെല്ലാം ടീച്ചിങ്ങിലോട്ട് വരണമെന്നാണ്. കാര്യം ടീച്ചേഴ്സാണല്ലോ മറ്റ് എല്ലാ പ്രൊഫഷനെയും ക്രിയേറ്റ് ചെയ്യുന്നത് ടീച്ചേഴ്സാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ആഗ്രഹമുള്ള കുട്ടികൾ 12ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ജോയിൻ ചെയ്ത് വളരെ നല്ല അധ്യാപകരാകാനുള്ള സാധ്യതകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും അഭിപ്രായവും. താങ്ക് യു സോ മച്ച്.